കഥാപാത്രത്തിൻ്റെ പേര് പറഞ്ഞും രാഷ്ട്രീയ നേതാവിൻ്റെ മക്കളുടെയോ രാഷ്ട്രീയ നേതാവിൻ്റെയോ പേര് പറഞ്ഞും ചിത്രങ്ങൾ നിർമ്മിക്കുന്നവർ ആദ്യം തന്നെ തിരക്കഥ സെൻസർ ബോർഡിന് സബ്മിറ്റ് ചെയ്ത് സാങ്ഷൻ വാങ്ങുന്നതായിരിക്കും ഉചിതം. ഇതുപോലെയുള്ള വിഡ്ഢിത്തങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ചെയ്യുക? ആഗോളതലത്തിൽ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രമായ പാട്രിയറ്റ് എന്ന സിനിമയ്ക്ക് സെൻസർ ബോർഡിൻ്റെ കത്രിക വീണിരിക്കുകയാണിപ്പോൾ. വില്ലന് രാഷ്ട്രീയ നേതാവിൻ്റെ മകൻ്റെ പേരുമായി സാമ്യമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് സെൻസർ ബോർഡിൻ്റെ കട്ടിങ്. പൊളിറ്റിക്കൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനും മമ്മൂക്കയുമാണ്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ വില്ലൻ കഥാപാത്രത്തിന് ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിൻ്റെ മകൻ്റെ പേര് ഉണ്ടെന്ന് പറഞ്ഞാണ് വിവാദപരമായ പേരും രംഗങ്ങളും നീക്കം ചെയ്യാൻ സെൻസർ ബോർഡ് നിർദ്ദേശിച്ചത്. അതനുസരിച്ച് റീ എഡിറ്റിംഗ് ചെയ്ത് സെൻസർ ബോർഡിന് സമർപ്പിക്കാനൊരുങ്ങുകയാണ് അണിയറ പ്രവർത്തകർ. കൊച്ചിയിലെ ലാൽ മീഡിയ സ്റ്റുഡിയോയിലാണ് റീ എഡിറ്റിംഗ് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. മെയ് 1 ചിത്രം പുറത്തിറങ്ങുമെന്നാണ് പറയുന്നത്. മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചിത്രമായി റിലീസിന് ഒരുങ്ങുകയാണ് പാട്രിയറ്റ്. ഇതിൻ്റെ ട്രെയിലർ 24 മണിക്കൂർ പിന്നിടുമ്പോൾ 5 മില്യൺ കാഴ്ചക്കാരെയാണ് നേടിയെടുത്തിട്ടുള്ളത്. ഇന്ത്യൻ സിനിമയിലെ തന്നെ ചരിത്രമായി മാറിയ രീതിയിൽ മലയാളത്തിലെ മെഗാതാരങ്ങളായ മമ്മൂക്കയും ലാലേട്ടനും ചേർന്നാണ് തൃശ്ശൂർ രാഗത്തിൽ എറണാകുളം കവിതാ തിയേറ്ററിലും ട്രെയിലർ ലോഞ്ച് ചെയ്തത്. 18 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒരു ചിത്രത്തിൽ ഒരുമിച്ച് നായകന്മാരായി എത്തുന്നത്. ഇതിനു പുറമെ പ്രേക്ഷകരുടെ പ്രിയ താരങ്ങളായ ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, രേവതി, രാജീവ് മേനോൻ എന്നിവരും പ്രധാന വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. പുരോഗമനം പറഞ്ഞ് നമ്മൾ പണ്ടത്തെ ഇരുണ്ട യുഗത്തിലേക്കാണോ പോകുന്നത്? ഒരു കഥാപാത്രത്തിന് പേരിടേണ്ട സ്വാതന്ത്ര്യം ആ കഥാകാരൻ്റേതല്ലേ? ഇനി പുതിയ പേരുകൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കാരണം ഇതുവരെ ഇല്ലാത്ത പേരുകൾ ഇടണമല്ലോ. ജാനകി എന്ന് പേരിട്ടത് കൊണ്ട് സുരേഷ് ഗോപിയുടെ പടത്തിന് പൂട്ടുവീണു. ഇപ്പോൾ ഇതാ മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയും ചിത്രത്തിനും. ഹാ കഷ്ടം എന്നല്ലാതെ എന്തു പറയാൻ, അല്ലേ? ചിരിക്കാൻ തോന്നുന്നു.